Meet the editors. ചോദ്യം ഇതാണ്, ക്രിമിനലുകൾ കുരുങ്ങി. സ്മൃതി, കേരളം കേൾക്കാൻ കാതോർത്തിരുന്ന അറസ്റ്റായിരുന്നു ടി ജി മോഹൻദാസിൻ്റെ അടക്കം. അത് വൈകുന്നേരം സംഭവിച്ചു എന്നുള്ളതാണ് വലിയ വിമർശനമാണ് ആഭ്യന്തര വകുപ്പിനെതിരെ കഴിഞ്ഞ 10 ദിവസമായിട്ടുണ്ടായിരുന്നത്. 11-ാം ദിവസമാണ് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് കേസ് കൊടുത്തതിന് ശേഷം. പക്ഷേ അതിന് വൈകുന്നേരമുണ്ടായി ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു. അർജുൻ ആയങ്കിയെ ഇന്ന് പുലർച്ചയോടുകൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ക്രിമിനലുകൾ കുരുങ്ങിയോ? തൽക്കാലം കുരുങ്ങിയിരിക്കുന്നു. ആ കുരുക്കിന് എത്രത്തോളം മുറുക്കമുണ്ടെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ കുരുങ്ങി എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ അർജുൻ ആയങ്കിയിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. ആയങ്കിയെ ഇപ്പോൾ CPIM പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എല്ലാ നേതാക്കളും എതിർത്ത് അല്ലെങ്കിൽ അയാൾ നമ്മുടെ കൂടെയുള്ള ആളല്ല എന്ന് തള്ളിപ്പറയുന്നുണ്ട്. പക്ഷേ ആ തള്ളിപ്പറയുമ്പോഴും അർജുൻ ആയങ്കി എങ്ങനെയാണ് ഈ രൂപത്തിൽ ഇത്രത്തോളം ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കാൻ, ഇവിടുത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കാൻ ശക്തനായി വളർന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വളരാൻ സഹായിച്ച മണ്ണ് എവിടെ നിന്ന് ഒരുക്കി കൊടുത്തു എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിൽ CPM പ്രതിരോധത്തിലാകുന്നുണ്ട്. DYFയുടെ ഒരു യൂണിയൻ സെക്രട്ടറി, താലൂക്ക് യൂണിയൻ സെക്രട്ടറി അല്ലേ, യൂണിറ്റ് കമ്മിറ്റി. അപ്പോൾ അത് അങ്ങനെയാണ് തുടങ്ങിയത്. ശരി, പാർട്ടിയിലെ പ്രധാനപ്പെട്ട പദവി ഉപയോഗിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം പാർട്ടിയുടെ പ്രധാനപ്പെട്ട, അയാളുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, നാവായും തൂലികയായും പ്രവർത്തിച്ചു അത്രേ. അപ്പോൾ പാർട്ടിയുടെ സൈബർ മുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. നമുക്കെതിരെയൊക്കെയുള്ള പ്രതികരണങ്ങളായിട്ടും പലപ്പോഴായി അർജുൻ ആയങ്കിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു പാർട്ടി നേതാക്കളും അർജുൻ ആയങ്കിയെ തള്ളിയിട്ടില്ല. അപ്പോൾ അതിന് വലിയ രീതിയിൽ ലൈക്കും ഷെയറും ലവും ഒക്കെ കൊടുക്കാൻ തന്നെ നിരവധി പ്രവർത്തകരും അല്ലെങ്കിൽ അർജുൻ ആയങ്കി ആരാധകരും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തേണ്ട കാര്യം. അങ്ങനെയുള്ള ആരാധക വൃന്ദം അയാളെ രക്ഷിക്കാനും അയാൾക്ക് വേണ്ടി ക്രൗഡ് ഫണ്ടിങ്ങിന് സഹോദരൻ ആഹ്വാനം നൽകിയപ്പോൾ അതിനുവേണ്ടി ഇറങ്ങാനും കുറേ ഗുണ്ടകളടക്കമുള്ള ആളുകൾ എത്തുന്നു. പോലീസ് സ്റ്റേഷനിൽ ജാമ്യത്തിലിറക്കാനും സഹോദരനെ ജാമ്യത്തിലിറക്കാൻ വന്നത് ഒരു ഗുണ്ടാ നേതാവായിരുന്നു. പിന്നീട് അത് പോലീസ് അയാൾക്കെതിരെ കേസുകളെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അടുത്ത സഹോദരൻ വരികയായിരുന്നു. അപ്പോൾ ഈ തരത്തിൽ ഇവർ പ്രവർത്തിക്കുന്നത്, ഇതിന് നമുക്ക് അറിയാവുന്നത് മനു തോമസ് എന്നൊരു നേതാവിനെ അറിയാമല്ലോ. അപ്പോൾ കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയൊക്കെ പറയുന്നതിന് മുൻപ് തന്നെ CPMനകത്ത് വന്നിരിക്കുന്ന അപജയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്നും അകന്നു മാറിയ ഒരു യുവ നേതാവായിരുന്നു മനു തോമസ്. മനു തോമസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്ന് എന്ന് പറയുന്നത് അന്നത്തെ യുവജന കമ്മീഷൻ അധ്യക്ഷനും DYFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ M ഷാജിറിനെതിരെയായിരുന്നു. അന്ന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ഷാജിറിന് ബന്ധമുണ്ട് എന്ന ഗുരുതരമായ ആരോപണം അന്ന് ഉയർത്തിയിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഈ ഷാജിറുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളിലേക്ക് പാർട്ടി കടന്നു, അല്ലെങ്കിൽ മനു തോമസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഇല്ല. പകരം ഇപ്പോൾ ഷാജിർ സ്വന്തമായി 2 കോടിയോളം വില വരുന്ന വലിയൊരു വീട് വാങ്ങിയെന്ന പരാതി അവിടുത്തെ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. അങ്ങനെ ഈ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന അർജുൻ ആയങ്കി പല 2 കേസുകൾ, നമ്മൾ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട 2 കേസുകളുണ്ട്. ആ കേസുകളിൽ കുടുങ്ങിയതോടുകൂടിയാണ് വലിയ രീതിയിൽ അർജുൻ ആയങ്കി ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോഴൊക്കെ തന്നെയും ഈ വെല്ലുവിളികളെ അയാൾ തുടരുന്നുണ്ടായിരുന്നു. വെല്ലുവിളി എല്ലാ കാലത്തും അയാൾ തുടരുന്നുണ്ടായിരുന്നു. ആ വെല്ലുവിളിയുടെ തുടർച്ചയാണ് നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടത്. അയാൾ ഇവിടെ ഒളിവിൽ കഴിയുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വെല്ലുവിളി പ്രസംഗം നടത്തിക്കൊണ്ട് അവിടെ നൃത്തമാടുന്ന വീഡിയോകൾ പുറത്തുവിടുന്നു. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഇയാൾ പറയുമ്പോൾ ഒരു ക്രിമിനലിന് ഇത്രയും ധൈര്യം എങ്ങനെയാണ് ലഭിക്കുന്നത്? പോലീസിന് എന്തായാലും അവർക്ക് മർമ്മത്ത് കൊണ്ടു കഴിഞ്ഞപ്പോൾ പോലീസ് വളരെ വേഗം ഉണർന്ന് പ്രവർത്തിച്ചു, വളരെ വേഗത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വളരെ വേഗം തന്നെ പിടികൂടാനായി. ഇപ്പോൾ ഇത് അർജുൻ ആയങ്കിക്ക് സഹായം നൽകിയവരെയും പിടികൂടുമെന്ന് പറയുന്നുണ്ട്. പിടികൂടട്ടെ. ഇപ്പോൾ ഓപ്പറേഷൻ ഗ്രിപ്പ് എന്നൊരു പദ്ധതി കൂടി, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന് പിന്നാലെ ഓപ്പറേഷൻ ഗ്രിപ്പ്, ഈ ഗുണ്ടകളെ പിടിക്കുന്ന ഒരു നടപടിയിലേക്ക് കൂടി പോലീസ് കടക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ വിപുലമായി നടത്തേണ്ട ഒരു കാര്യമാണ്. CPIM ഇപ്പോൾ തള്ളിപ്പറയുമ്പോഴും നേതാക്കളുടെ ആശീർവാദത്തോട്, ചില നേതാക്കളുടെയെങ്കിലും ആശീർവാദത്തോടു കൂടിയാണ് ഇത്തരം ക്രിമിനലുകൾ പാർട്ടിയിൽ വളർന്നത്, അല്ലെങ്കിൽ പാർട്ടിയെ പല ഘട്ടങ്ങളിലും സഹായിക്കാൻ എന്ന പേരിൽ അവർ പ്രവർത്തിച്ചത്. ആ രൂപത്തിലുള്ള പ്രവർത്തനം ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് കാര്യങ്ങൾ വന്ന ഘട്ടത്തിൽ എല്ലാ നേതാക്കളും തള്ളിപ്പറയുകയായിരുന്നു. ഇന്നിപ്പോൾ അർജുൻ ആയങ്കിയെ തള്ളിക്കൊണ്ട് എല്ലാവരും വരുന്നുണ്ട്. പക്ഷേ ഇയാൾ ഇട്ടിരുന്ന പോസ്റ്റുകൾക്കെതിരെയൊന്നും ഒരു ഘട്ടത്തിലും പ്രതികരിക്കാവുന്ന നേതാക്കളാണെന്ന കാര്യം കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അടുത്തത് ഈ പറയുന്ന ടി ജി മോഹൻദാസിനെതിരെ 11 ദിവസങ്ങൾക്ക് മുമ്പ് ജൂലൈ 29 പരാതി ലഭിച്ചിട്ടുണ്ട്. അത് AYFയുടെ നേതാവ് ജിസ്മോൻ പരാതി നൽകി. അതല്ലാതെ കോൺഗ്രസ് പ്രവർത്തകയായ താര ടോജോ അലക്സും പരാതി നൽകിയിരുന്നു. ഈ പരാതികളിലൊക്കെ അടിസ്ഥാനത്തിൽ അന്ന് കേസെടുത്ത ശേഷം ഈ 11 ദിവസം ഇന്നിപ്പോൾ വളരെ വേഗം നടപടിയിലേക്ക് എന്തുകൊണ്ടാണ് കടന്നത്? അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് നാവുകൊണ്ട് വിഷം ചെലുത്തുന്ന മറ്റൊരാൾ ഇവിടെ സ്വതന്ത്രനായി നടക്കുന്നു എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങൾ ഉയർന്നു, മാധ്യമപ്രവർത്തകർ ഉയർത്തി, നമ്മൾ വാർത്തകളായി നൽകുന്നു. ആഭ്യന്തരമന്ത്രി പറയുകയാണ്
അറസ്റ്റിന് ഉത്തരവിടാൻ ഞാൻ ആളല്ല. ശരി, ആഭ്യന്തരമന്ത്രിക്ക് അതൊക്കെ സാങ്കേതികമായി പറയാം. പക്ഷേ ആഭ്യന്തരമന്ത്രി കൊടുത്ത നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ വേഗത്തിൽ പോലീസ് നീങ്ങാൻ കഴിഞ്ഞത്, അല്ലേ? ഇപ്പോൾ സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ അവർ പല ഘട്ടങ്ങളായി പറയുന്നുണ്ട്. അവർക്ക് സ്റ്റാഫ് കുറവാണ്, പ്രവർത്തിക്കാൻ എല്ലായിടത്തേക്കും ഓടി എത്താൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ കേസിന്റെ ഗൗരവം അനുസരിച്ച് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഇത് ഈ രാജ്യം ഒന്നാകെ ഉറ്റുനോക്കി, അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനെ തന്നെ വിറപ്പിച്ച ഒരു സമരമാണ് ജന്തർ മന്ദർ നടന്നത്. ആ സമരത്തിന് ആഹ്വാനം നടത്തി, അല്ലെങ്കിൽ ആ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന യുവതികൾക്കെതിരെ, ആ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആ സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികൾക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണെന്ന വാക്ക് പറഞ്ഞിട്ട് ശേഷം അത് വളരെ വേഗത്തിലെടുക്കേണ്ട ഒരു കേസല്ല എന്ന് കരുതുന്ന പോലീസിന് അത് അത്ര ശരിയായ രീതിയല്ല. ഇത് നമ്മളിപ്പോൾ പോലീസ് എന്ന സംവിധാനത്തെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പോലീസ് എന്ന സംവിധാനം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് കരുതുന്നത് തെറ്റാണ് കേട്ടോ. അങ്ങനെയല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവരുണ്ടാകാം. പക്ഷേ അപകടകരമായ രീതിയിൽ ആഭിമുഖ്യം വരുമ്പോൾ അത് ആശങ്കപ്പെടുത്തുന്നതാണ്. ഇനിയിപ്പോൾ അർജുൻ നായകി നെഞ്ചി വിരിച്ച് പത്രം വായിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടല്ലോ. അവിടെ ജന്മഭൂമിയാണ് വായിക്കുന്നത്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ജന്മഭൂമി വരുത്താൻ ആലോചിക്കുന്നത് ആ പത്രമാണ് വായിക്കേണ്ടതെന്ന് ആലോചിക്കുന്ന പോലീസുകാർ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എല്ലാ പത്രങ്ങളും വരുത്തുന്നുണ്ടെന്നൊക്കെ പറയാമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ ജന്മഭൂമി അവിടെ വരുത്തുന്ന പോലീസുകാരാണെന്ന് അറിയണം. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ സംവിധാനമുണ്ടോ, എല്ലാ പത്രങ്ങളും ഉണ്ടോ എന്നുകൂടി ആഭ്യന്തരമന്ത്രി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ കാക്കിക്കടിയിലെ കാവിക്കളസം കൂടി ഒന്ന് പരിശോധിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ആ നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോഴും സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ വകുപ്പെടുത്തിട്ടില്ല. നമ്മുടെ മുന്നിൽ കലാപഹരണത്തിന് കേസെടുത്തെന്ന് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇനി അതിൽ ഇപ്പോൾ ലാപ്ടോപ്പും മറ്റ് അദ്ദേഹത്തിൻ്റെ ആയുധങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും യൂട്യൂബിൽ ആ വൃത്തികെട്ട പ്രതികരണം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. അത് ഇതുവരെ റിമൂവ് ചെയ്തിട്ടില്ല. അതിലേക്കൊക്കെ എങ്ങനെയാണ് ഇനി നടക്കാൻ പോകുന്നത്, വളരെ വേഗത്തിൽ അതിലേക്ക് പോകുമെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും സമൂഹം എന്താഗ്രഹിക്കുന്നു എന്ന രൂപത്തിലേക്ക് ആഭ്യന്തരമന്ത്രി വളരെ വേഗം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. കുരുങ്ങിയോ എന്നാണ് ചോദ്യം. മധു? കുരുക്കിയെന്നാണ്. സത്യം പറഞ്ഞാൽ ഒരു സന്തോഷമുള്ള ദിവസമാണ് എന്നതാണ്. ഒന്ന്, ഇപ്പോൾ അർജുനായെങ്കിൽ നാട്ടിൽ മുഖ്യമന്ത്രിയെ, ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു, പോലീസുകാരനെ വളരെ ഡയറക്റ്റായി വെല്ലുവിളിച്ചു എന്നതിനപ്പുറത്ത് അർജുനായെങ്കിൽ വെല്ലുവിളിച്ചത് ഈ നാട്ടിലെ ജനാധിപത്യത്തെയും ഇവിടുത്തെ നീതി നിയമ നിർവഹണ സംവിധാനത്തെയുമാണ്. എന്നാ നിങ്ങളങ്ങ് പിടിക്ക് എന്ന് പോലീസുകാരനോട് പറയുന്ന പ്രതികൾ അവർ ജയിലിൽ തന്നെ കിടക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ആവശ്യമാണ്. കാരണം പോലീസ് എന്ന് പറയുന്നൊരു സംവിധാനമാണ് നമ്മുടെ സുരക്ഷ, ജീവൻ എന്നതിനു വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അങ്ങനെ പോലീസുകാരനെ വെല്ലുവിളിച്ചിട്ട് പുറത്ത് ഇറങ്ങി നടക്കാൻ കഴിയുന്ന ക്രിമിനലുകളുടെ തണ്ടല് ബലം പരീക്ഷിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ഈ പറയുന്ന കൈക്കരുത്തുണ്ട്, തണ്ടല് ബലമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട ഒരു ദിവസം എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ നോക്കൂ, എന്താണ് നമ്മൾ ഇതിന് തുടക്കം ഇടുന്ന ആദ്യമായിട്ട് ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഈ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തതുമായി ബന്ധപ്പെട്ട വിമർശനം തുടങ്ങുന്ന എം.ആർ. അജിത് കുമാറിന്റെ കേസിലാണ്. എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി വൈകുന്നു. കാരണം റിപ്പോർട്ടടക്കം DGPയുടെ മുന്നിൽ വന്നിട്ട് പോലീസ് നടപടി എടുക്കുന്നില്ല. എന്തുകൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി നടപടിക്ക് ശുപാർശ ചെയ്യുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളുണ്ടായിരുന്നു. അന്ന് ആ ചോദ്യം മുഖ്യമന്ത്രി വി.ഡി. സതീശന് മുന്നിൽ വന്നപ്പോൾ വി.ഡി. സതീശന് ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, അത് പരിശോധിച്ച് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോകും. വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ഈ പറയുന്ന DGP വിഷയത്തിലടക്കം മുന്നോട്ട് പോകാൻ കഴിയും. 31-ാം തീയതി ആയിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മ. ഈ DGP അദ്ദേഹത്തിന് ഒരുപക്ഷെ ശുപാർശ കിട്ടിയേക്കും. അതിനു മുൻപ് നടപടി ഉണ്ടാകുമോ എന്നതായിരുന്നു ചോദ്യം. കൃത്യമായതിനു മുമ്പ് നടപടി ഉണ്ടായി. അതുവരെയുള്ള വിമർശനങ്ങളുണ്ടായി. സ്വാഭാവികമാണ്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വിമർശനങ്ങൾ ഉണ്ടാകും. എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യങ്ങളുണ്ടാകും. അതുകൊണ്ടാണ് വളരെ കൃത്യമായി ഇവിടെ ഒരു പൊതുബോധമുണ്ട്, വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന മാധ്യമ സംവിധാനങ്ങളുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഇതൊക്കെ മെനയ്ക്കും വെടിപ്പിനും നടക്കുന്നത് എന്നതാണ് കാര്യം. അപ്പോൾ എം.ആർ. അജിത് കുമാറിന് വളരെ കൃത്യമായതിനു മുമ്പ് സസ്പെൻഷൻ വന്നു, DGP സ്ഥാനത്തേക്ക് എത്തുന്നില്ല. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നു. ആയെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ എന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. കൃത്യമായി ആയെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിലേക്കാണ് അരിച്ചു പറക്കി അന്വേഷണമൊക്കെ നടത്തിയത്, പക്ഷേ കൃത്യമായി കണ്ണൂരിലെത്തി എന്ന് മനസ്സിലാവുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറാണ് വളരെ കൃത്യമായ ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയിരിക്കുന്നത്. അറസ്റ്റിലേക്ക് പോകുന്നു. രാത്രി 2:30 അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആയെങ്കിയെ പൊക്കുന്നു. അതുപോലെ തന്നെ TG മോഹൻദാസ്, അർജുൻ ആയെങ്കിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് വളരെ പ്രധാനമായും ഉയർന്ന ഒരു ചോദ്യം, വിമർശന ബുദ്ധിയാ ഉയർന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ആയെങ്കിക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പറയുന്ന പരിശ്രമമുണ്ടല്ലോ, അതെന്തുകൊണ്ട് TG മോഹൻദാസിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും ഒരു അയവുണ്ടാകരുതെന്നാണ്. ഇപ്പോൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ചതിന് ശേഷമേ ആയെങ്കിക്ക് വേണ്ടി അന്വേഷണം തുടങ്ങാവൂ എന്നില്ല.
ഇത് രണ്ടും വളരെ പാരലായി നടക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് സൈബർ പോലീസ് ഇവിടത്തേക്ക് പുറപ്പെടണമെങ്കിൽ ആ തീരുമാനം സ്വാഭാവികമായും ആരൊക്കെയാണ് പോകുന്നത് അടക്കമുള്ള തീരുമാനങ്ങൾ 2-3 ദിവസമായി ഉണ്ട് എന്നത് തന്നെയാണ്. അങ്ങനെ ആയങ്കിക്ക് ശേഷം TG മോഹൻദാസ് ഉണ്ടാകുന്നു. വലിയ ആശങ്കയുണ്ടായിരുന്നു എന്തുകൊണ്ട് TG മോഹൻദാസിന് ഈ പ്രിവിലേജിന്റെ ചട്ടക്കൂട എന്നുള്ളത്. ഒന്നാമത്തെ കാര്യം കേസെടുക്കുന്നില്ലേ എന്ന് നിരന്തരമായ ചോദ്യങ്ങൾക്ക് ശേഷമാണ് ആ പരാതി കിട്ടി 3-4 ദിവസങ്ങൾക്ക് ശേഷം കേസെടുക്കുന്നത്. പക്ഷെ നമ്മളന്ന് പറഞ്ഞു ജാൻമണിക്കെതിരെ 24 മണിക്കൂറിനെതിരെ ഉള്ളിൽ കേസെടുത്തു. എന്തുകൊണ്ട് TG മോഹൻദാസിനെതിരെ കേസെടുക്കുന്നില്ല? ചോദ്യങ്ങൾ സ്വാഭാവികമാണെന്നേ, ചോദ്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ കേസെടുത്ത് 11-ാം ദിവസമാണ് സൈബർ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് കാലതാമസം ഉണ്ടായി, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രധാനം. എനിക്കിതിൽ പറയാനുള്ളത് ഐ മസ്റ്റ് സേ, അതായത് രമേശ് ചെന്നിത്തല ഒരു സൂപ്പർമാനാണ് നിലവിൽ. ഇപ്പം നമ്മൾ സാധാരണ പ്രതികളുടെ ഒന്നും വാക്കുകൾ കോട്ട് ചെയ്യാറില്ല. പക്ഷെ അർജുനായെങ്കിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇട്ടൊരു കാര്യമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യം ഉന്നയിച്ചതിന് ശേഷമാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ ഞാൻ വന്നൊരു പൊന്നാട ഇട്ട് തരും, ഒരു ഉമ്മ തരും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു പൊന്നാട ഇട്ടാലും കുറവൊന്നുമില്ല എന്നുള്ളതാണ്. കാരണം ഇത് നോക്കൂ, തൂഫാൻ എന്തൊരു വീക്ഷണത്തോടു കൂടിയുള്ളതൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അദ്ദേഹം അഭിമാനത്തോടു കൂടിയാണ് പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നത്. എത്രയോ കോടി രൂപയുടെ ലഹരി വേട്ടയുണ്ടാകുന്നു, ആ ലഹരി പോകുന്ന വഴി കണ്ടുപിടിക്കുന്നു. അധ്യാപികമാരൊക്കെ ഉൾപ്പെടുന്ന റാക്കറ്റ് കുഞ്ഞുങ്ങളെ വളരെ വിഷാത്മകമായി ഇല്ലാതാക്കി കളയാൻ കഴിഞ്ഞ ഒരു റാക്കറ്റ് തോണ്ടി പുറത്തിടുന്നു. അതിന് മുഴുവൻ കണ്ണുകളിലേക്ക് അതിനു മുമ്പ് 1 മാസം മുമ്പ് അറസ്റ്റിലായ സ്ത്രീ അടക്കമുള്ളവർ ഈ കണ്ണുകളിൽ ഭാഗമാണെന്ന് വ്യക്തമാകുന്നു. അങ്ങനെ റാക്കറ്റ് മുഴുവനായി അരിച്ചു പെറുകിയെടുത്ത് പുറത്തിടുന്നു. വേരറുക്കും എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞതിനെ അറുത്തിരിക്കുന്നു അല്ലെങ്കിൽ അറുക്കുന്നു എന്നൊരു വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു എന്നതാണ്. ഓപ്പറേഷൻ തൂഫാന് ശേഷം ഓപ്പറേഷൻ ഗ്രിപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നു. അർജുൻ ആയങ്കിക്ക് അറസ്റ്റിലാവുന്നത് ഓപ്പറേഷൻ ഗ്രിപ്പുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ക്രിമിനലുകളുടെ പറുദീസയല്ല കേരളം എന്ന വളരെ സ്ട്രോങ് ആയ സ്റ്റേറ്റ്മെന്റ് ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇന്ന് 4 മണിക്ക് നമ്മൾ ഈ വിഷയം വളരെ വിശദമായി എടുക്കുന്നു. എന്തുകൊണ്ട് TG മോഹൻദാസിൻ്റെ അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മിനിറ്റുകൾക്കുള്ളിലാണ് ഈ അറസ്റ്റിൻ്റെ വാർത്ത വരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നു, തലേ ദിവസം മുതൽ എൻ്റെ പ്രിപ്പറേഷൻ സ്വാഭാവികമായിട്ടുണ്ടാകും. അറസ്റ്റ് ഉണ്ടാകുന്നു. അങ്ങനെ ആഭ്യന്തര വകുപ്പ് ഏതെങ്കിലും ഒരു ക്രിമിനലിനോ ഈ ക്രൈം ചെയ്യുന്ന ആളുകൾക്കോ ആ നിലയ്ക്ക് സമൂഹത്തിൻ്റെ ബോധ്യത്തെയും ബുദ്ധിയും രാഷ്ട്രീയ ബോധ്യത്തെയും വെല്ലുവിളിക്കുന്ന ആളുകൾക്കോ ഒരു പ്രിവിലേജും കൊടുത്തിട്ടില്ല എന്ന തുറന്ന പ്രഖ്യാപനമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആയെങ്കിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞത് എന്താണ്? അദ്ദേഹം വളർന്ന പാർട്ടി വേറെയാണ് എന്ന്. ഏതാണ് ആ പാർട്ടി? ആ പാർട്ടി അത് അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹത്തെ വളർത്തിയ പാർട്ടി തങ്ങളാണെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നത്. അപ്പോൾ പക്ഷേ ആയെങ്കിൽ പറയുന്ന വേറെയും കുറേ സെൻറ്റൻസ് ഉണ്ട്. ഞാൻ വളർന്ന പാർട്ടി വേറെയാണ്. അദ്ദേഹം വളർന്ന പാർട്ടി ഏതാണ്? CPM ആണോ, കോൺഗ്രസ് ആണോ, BJP ആണോ, അതോ ഇനി മറ്റേതെങ്കിലും സംഘടനയാണോ? ഏതാണ് എന്ന് അറിയാവുന്നവർ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ വളർന്ന പാർട്ടി വേറെയാണ്. എൻ്റെ പാർട്ടിയിലും എനിക്കിടമില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഞാൻ മരിക്കുമ്പോൾ ചെങ്കൊടി പുതച്ച് കിടക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നും പറയുന്നു. അപ്പോൾ ആയെങ്കിൽ വിചാരിക്കുന്നതും ആയെങ്കിയെ അനുകൂലിക്കുന്നു. ഇപ്പം ആയെങ്കിക്കെതിരെ ഈ തോക്കെടുത്ത് പ്രയോഗിക്കുമെന്നൊരു വാർത്ത വന്നു. അത് പക്ഷേ P. വിജയൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് അത് തീരുമാനിച്ചത് ഞങ്ങളല്ല എന്നുള്ളത്. അങ്ങനെ ഒരു വാർത്ത വന്നു എന്നതേ ഉള്ളൂ. അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ആ സമയത്ത് അതിനെതിരെ വന്ന അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. അതൊക്കെ എവിടെ നിന്നുണ്ടായി എന്നത് ആലോചിക്കണം. ഇപ്പോൾ ഈ പറയുന്ന നമുക്കൊക്കെ അറിയാവുന്ന പ്രാദേശികമായ ഇടത് അനുഭാവമുള്ള പ്രൊഫൈലുകളിൽ നിന്ന് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടാൻ തന്നെ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ കൂടി കഴിഞ്ഞ ദിവസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇപ്പോൾ നേരത്തെ മനു തോമസിനെ കുറിച്ച് സ്മൃതി മാഡം പറഞ്ഞു. മനു തോമസ് കഴിഞ്ഞ റിസൾട്ട് വന്ന ദിവസം ഫേസ്ബുക്കിലിട്ട 2 വരികളുണ്ട്. ഇന്ന് പരാജയപ്പെട്ടത് കുറച്ചു പേർ ചേർന്ന് കുറേ നാളുകൾ കൊണ്ട് കൊന്നുകളഞ്ഞ ഇടത് രാഷ്ട്രീയത്തിന്റെ ജഡവസ്തുവാണ്, ഇടതുപക്ഷമല്ല എന്നുള്ളതാണ്. അതായത് ഇവരൊക്കെ ചേർന്ന മനു തോമസിന്റെ കാര്യം ഓർമ്മയുണ്ടാകും സ്മൃതി മാഡത്തിന്. ഈ പറയുന്ന ലഹരിക്കും ഈ പറയുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും എതിരെ DYFI കണ്ണൂരിലൊരു വലിയ ജാഥ നടത്തുകയാണ്. ആ ജാഥ പ്രത്യേക ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ആലോചിച്ച് നോക്കണം, പബ്ലിക്കായിട്ടുള്ള വെല്ലുവിളിയാണ്. DYFI പോലൊരു സംഘടന കണ്ണൂരിൽ അവരുടെ കോട്ടയിൽ കൂടെ നടക്കുന്ന സമയത്ത് അവിടുത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുക ഡയറക്റ്റായിട്ടുള്ള വെല്ലുവിളിയല്ലേ? അന്ന് അതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറയുന്ന മനു തോമസ് എന്ന് പറയുന്നത്. ആ മനു തോമസ് പിന്നീട് മനു തോമസിനെതിരെ നടപടി ഉണ്ടാകുന്നത് മനു തോമസ് ഒരു ബേക്കറി ശൃംഖലയിൽ കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഫുൾ ടൈമർ ആയതുകൊണ്ട് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നടപടിയെടുത്തു എന്ന് കേൾക്കുന്നു. എന്നിട്ട് ഇപ്പോൾ നോക്കൂ, നേരത്തെ ഷാജൻ്റെ കാര്യം പറഞ്ഞു. പുതിയ ബിസിനസ് ശൃംഖലകൾ തുടങ്ങാൻ കഴിയുന്ന പുതിയ ആസ്തി സമാഹരിക്കാൻ കഴിയുന്ന EP ജയരാജനുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു ആരോപണം ഉണ്ടായ സമയത്ത് പാർട്ടിക്ക് അറിവില്ല എന്നുള്ളതാണ് പറഞ്ഞത്.
അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു ഫുൾ ടൈമറായ പാർട്ടി പ്രവർത്തകൻ 5 ലക്ഷം രൂപയോ 6 ലക്ഷം രൂപയോ എവിടെയെങ്കിലും ഒന്ന് നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് 5-6 ലക്ഷം രൂപയാണ് കേട്ടോ ഒരാൾക്ക് സമാഹരിക്കാൻ കഴിയുന്ന തുകയാണ്. അത് ബോധ്യപ്പെടുത്തുക ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന നടപടി നേരിടേണ്ടി വന്നത്. അദ്ദേഹം പിന്നീട് പാർട്ടി അംഗത്വം പുതുക്കാതെ നിലനിൽക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് മനു തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് പരാജയപ്പെട്ടത് കുറച്ച് പേർ ചേർന്ന് കുറേ നാളുകൾ കൊണ്ട് കൊന്നുകളഞ്ഞ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ജഡവസ്തുവാണ് എന്ന്. ടി ജി മോഹൻദാസ് നോക്കൂ, ഫേസ്ബുക്ക് യൂട്യൂബിൽ ടാഗ് കണ്ടന്റ് ആരെയൊക്കെ അധിക്ഷേപിക്കുന്നതാണ്? യുവാക്കളെ അധിക്ഷേപിക്കുന്നതാണ്. അവരുടെ സമരവുമായി ബന്ധപ്പെട്ട മോശം കാര്യങ്ങളുള്ളതാണ്. ശരി, സ്ത്രീ വിരുദ്ധത വകുപ്പിലെടുത്തിട്ടില്ല, കേസെടുത്തിട്ടില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല. അത് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ കൃത്യമായ നിർബന്ധ ബുദ്ധി ഉണ്ടായെങ്കിൽ ആദ്യം ചുമത്തേണ്ടത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം 79 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ള സ്ത്രീകളെക്കുറിച്ചാണ്, പെൺകുട്ടികളെക്കുറിച്ചാണ്, അവരുടെ ശരീരത്തെ അടക്കം വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായത്. ഇത് ഈ വീഡിയോയ്ക്കുണ്ടാകുന്ന ഫോളോവേഴ്സ് ഉണ്ടല്ലോ, ഞെട്ടിക്കുന്നതാണ്. അതിൻ്റെ ഓരോ ശകലങ്ങളും പങ്കുവെക്കുന്ന മനുഷ്യരെക്കുറിച്ച് പരിതപിക്കുകയല്ലാതെ മാർഗമില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു സഹജീവിയെക്കുറിച്ചുണ്ടാകുന്ന ഇത്രത്തോളം വിഷം നിറഞ്ഞ പ്രസ്താവനകൾ പ്രചരിപ്പിക്കാൻ കഴിയുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ആ അറസ്റ്റ് ഇനിയിപ്പോൾ വലിയ മുദ്രാവാക്യം വിളിച്ചവരൊക്കെ സത്യം പറഞ്ഞ അഭിമാനബോധത്തോട്, അറസ്റ്റ് ഉണ്ടായപ്പോൾ മുദ്രാവാക്യം ഉണ്ടായല്ലോ, ഈ ടി ജി ഞങ്ങളുടെ നേതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഈ നേതാവാണ് എന്ന് വിചാരിക്കുന്ന മനുഷ്യന്മാരൊക്കെ വീട്ടിൽ ചെന്നിട്ട് അവരവരുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ മുഖത്തേക്കൊന്ന് നോക്കണം കേട്ടോ. വളരുന്ന പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കണം. എന്നിട്ട് ആ മുദ്രാവാക്യം അവരുടെ മുന്നിൽ നിന്ന് ഒന്ന് ഉറക്ക വിളിക്കണം. ഒന്ന് പ്രതിരോധിച്ച് ഒരു രാഷ്ട്രീയ വർത്തമാനം പറഞ്ഞു, ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നൊരു കാര്യം അതൊരു കുറ്റമായി കണ്ടുകൊണ്ടാണ് ഈ സ്ത്രീകൾക്കെതിരെ ഇമാതിരി അനാവശ്യം വിളിച്ചു പറയാൻ അദ്ദേഹത്തിന്റെ നാവ് വഴങ്ങിയതെങ്കിൽ ഒരു ദിവസം, ഞാൻ മനസ്സിലാക്കുന്ന 5 മണി തൊട്ട് 8 മണിക്കാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇന്ന് ഒരു ദിവസമെങ്കിലും എന്താണ് നിയമം? അദ്ദേഹം നിയമജ്ഞനാണ് കേട്ടോ, അഭിഭാഷകനാണ്. അപ്പോൾ രാജ്യത്ത് എന്തൊക്കെ പറയാമെന്നും എന്തൊക്കെ പറയാൻ പാടില്ല എന്നും നല്ല ബോധ്യമുള്ള ഒരാൾ ഇന്ന് ഒരു ദിവസമെങ്കിലും നിയമത്തിന്റെ കരുത്ത് എന്താണെന്ന് അറിയണം എന്നതാണ് എൻ്റെ വളരെ വ്യക്തിപരമായ ആഗ്രഹം. വെൽക്കം ബാക്ക്. ക്രിമിനലുകൾ കുരുങ്ങിയോ എന്നുള്ളതാണ് ചോദ്യം. അർജുൻ ആയങ്കിയുടെ ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ എണ്ണം 1,29,000 അല്ലേ, 129K ആണ്. അത് 80Kയിൽ നിന്നാണ് 129Kയിലേക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കുതിച്ചു ചാടിയത്. ആ ഇൻസ്റ്റാഗ്രാമിൽ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ടി ജി മോഹൻദാസിൻ്റെ അറസ്റ്റ് 11ാമത്തെ ദിവസം നടന്നത് ആയങ്കിയുടെ അറസ്റ്റ് നടന്നതുകൊണ്ടാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസവും ടി ജി മോഹൻദാസിനെതിരെ അറസ്റ്റ് ചെയ്യേണ്ടാത്ത പോലീസിന് വളരെ പെട്ടെന്ന് ടി ജി മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. കാരണം ആയങ്കിയെ പിടിച്ച് അകത്തിട്ടു. സ്വാഭാവികമായ ചോദ്യം വരും, ആയങ്കിയാണോ ടി ജി മോഹൻദാസ് ആണോ സമൂഹത്തിൽ ഏറ്റവും വിഷലിപ്തമായ ജീവി എന്നൊരു കമ്പാരിസൺ ചോദ്യം വരും. അവിടെയാണ് അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആ പൊതുബോധത്തിൽ ചില ഭാഗങ്ങളൊക്കെ ശരിയാണ്, എന്നാൽ ചില ഭാഗങ്ങൾ പർവ്വതീകരിച്ചതുമാണ്. അർജുൻ ആയങ്കിയെ ഒട്ടും ന്യായീകരിക്കുന്നയാളല്ല ഞാൻ. കാരണം അയാൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പ്രതിയായ നിമിഷം മുതൽ പാർട്ടിയുമായോ ഡിവൈഎഫ്ഐയുമായോ ഒരു ബന്ധവുമില്ല. 3 കാര്യങ്ങൾ ഫാക്ച്വലായി പറയട്ടെ. 1, അർജുൻ ആയങ്കി CPMൻ്റെ ഒരു ഔദ്യോഗിക മെമ്പർ ആയിരുന്നില്ല. 2, CPMൻ്റെ ഒരു അനുഭാവ ഗ്രൂപ്പുകളിലും അർജുൻ ആയങ്കി ഉണ്ടായിരുന്നില്ല. ഡിവൈഎഫ്ഐയുടെ അഴീക്കൽ മേഖലാ കമ്മിറ്റിയിലെ ഒരു സാധാരണ അംഗം മാത്രമായിരുന്നു 2021 വരെ മാത്രം. അതിനുശേഷം ഈ സ്വർണം പൊട്ടിക്കൽ കേസ് വരുന്നതോടുകൂടി പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന്, അതായത് സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് അർജുൻ ആയങ്കിയെ മാറ്റി നിർത്തുന്നു, പുറത്താക്കുന്നു, സംഘടനയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നു. അതിനുശേഷം അർജുൻ ആയങ്കി CPMൻ്റെയോ DYFIയുടെയോ ഏതെങ്കിലും പാർട്ടി ഫോറങ്ങളിൽ വന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ വഹിച്ചിട്ടുമില്ല. ഇതാണ് ഒരു ഫാക്ട്. രണ്ടാമത്തെ കാര്യം, അർജുൻ ആയങ്കി ഏറ്റവും കൂടുതൽ കേസ് നേരിട്ടത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. 2023 വരെ ആകുമ്പോഴേക്കും പല കേസുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 കേസുകളാണ് അർജുൻ ആയങ്കിക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നത്. അതായത് UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 4 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ കോതമംഗലം കേസ് മുതൽ ഇങ്ങോട്ട് അർജുൻ ആയങ്കി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. അത് ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കാൻ തയ്യാറാകണം എന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. കോതമംഗലത്തെ കേസ് എന്താ? കോതമംഗലത്തെ കേസിൽ അർജുൻ ആയങ്കി പറയുന്നത്, കോതമംഗലത്ത് ഒരു സുഹൃത്തിൻ്റെ പിറന്നാൾ ആഘോഷത്തിന് പോകുമ്പോൾ അവിടേക്ക് പോലീസ് കടന്നു വന്ന് തങ്ങളെ പിടിച്ചുകൊണ്ട് പോയി സംഘടിത കുറ്റകൃത്യത്തിന് കേസെടുത്തു എന്നാണ്. പക്ഷേ എന്താണ് കേസ് എന്നതിൽ വ്യക്തമായി പറയുന്നില്ല. ആ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് വരുമ്പോഴാണ് ആ CI പ്രശാന്തനെതിരെ അർജുൻ ആയങ്കി ഒരു പോസ്റ്റ് ഇടുന്നത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റ്. തുടർന്ന് ആ കേസ് അന്വേഷിച്ച് ഊന്നുകൽ CI ആദർശിനെതിരെയും അസഭ്യവർഷങ്ങൾ നിറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുന്നു.
മാറുന്നു. അപ്പോൾ 2 കേസുകളായി മാറുന്നു. പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റൊരു പോസ്റ്റ് ഇടുന്നു. അപ്പം അതും 3ാമത്തെ കേസിൻ്റെ കാരണമാകുന്നു. മുഖ്യമന്ത്രിയെ വിമർശിച്ചു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കളിയാക്കി എന്ന മട്ടിലൊരു കേസ് വരുന്നു. അത് 4ാമത്തെ കേസാകുന്നു. ഇത്രയുമാണ് കേസുകളുള്ളത്. നിങ്ങൾ അർജുൻ അയങ്കിയുടെ പേരിൽ ഇപ്പോൾ ചാർത്തപ്പെട്ട കേസും മറുഭാഗത്ത് TG മോഹൻദാസിൻ്റെ പേരിൽ ചാർത്തപ്പെട്ട കേസും തമ്മിൽ ഒന്ന് തുലനം ചെയ്തു നോക്കൂ. ഏതാണ് ഏറ്റവും അപകടകരമെന്ന് നിങ്ങൾക്ക് തോന്നുക? ഏറ്റവും അപകടകരം എന്താണ്? TG മോഹൻദാസിൻ്റെ പേരിലുള്ള ഇപ്പോൾ നിലവിൽ ചാർത്തപ്പെട്ടിരിക്കുന്നത് BNS 192, BNS 353, KP ആക്ട് 120, അതേപോലെ IT ആക്ട് 66 എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. നേരത്തെ മാധു പറഞ്ഞതുപോലെ ഇതിലും ഗുരുതരമായൊരു കാര്യം ഈ TG മോഹൻദാസ് പറഞ്ഞിട്ടുണ്ട്. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവരും മതേതരവാദികളായിട്ടുള്ള മനുഷ്യരും പ്രതിഷേധിക്കുന്ന പെൺകുട്ടികളുമെല്ലാം കൂട്ടബലാത്സംഗ പ്രിയരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടബലാത്സംഗം ആസ്വദിക്കുന്നവരാണ്, അതുകൊണ്ട് അവരാരും പരാതി കൊടുക്കില്ല എന്നുള്ളതാണ്. ഇതിനേക്കാൾ ഒരു റേപ്പിസ്റ്റിൻ്റെ സ്വഭാവത്തോടു കൂടി ഒരു വാചകം പറയുന്നതും ആ പെൺകുട്ടികളെല്ലാവരും കൂട്ടബലാത്സംഗം ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന അത്യന്തം നീചവും നിന്ദ്യവുമായ വാചകം പറഞ്ഞയാളും CJPയുടെ പ്രതിഷേധവേളയിൽ ഞാനായിരുന്നുവെങ്കിൽ അവിടേക്കെത്തി മുഴുവൻ ചെറുപ്പക്കാരെയും കർഫ്യൂ പ്രഖ്യാപിച്ച് വെടിവെച്ച് ആ ശവങ്ങൾ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പറയുന്ന TG മോഹൻദാസ് ഒരു ഭാഗത്ത്, തന്നെ അന്യായമായി കേസിൽ കുടുക്കിയ CI ഉദ്യോഗസ്ഥനെതിരെ അസഭ്യവർഷവും ഞാൻ ഇറങ്ങിയാൽ താങ്കളെ കണ്ടോളാം എന്ന മട്ടിലുള്ള ഭീഷണി ഉയർത്തുന്ന ഒരു റൗഡി എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരാൾ മറ്റൊരു വശത്തും നിൽക്കുന്നു. ഇവരിൽ ആരെയാണ് നിങ്ങൾ പിടിക്കാൻ തിടുക്കം കാണിച്ചത്? ആരുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നീക്കം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ നിശ്ചയമായും പറയുന്നു, അർജുൻ അയങ്കി പിടിച്ചതിന് പോലീസിന് ഒരു വലിയ ക്രെഡിറ്റും സല്യൂട്ടും തന്നെയുണ്ട്. കാരണം അർജുൻ അയങ്കി ഇതുവഴി ചെയ്യാൻ ശ്രമിച്ചത്, അർജുൻ അയങ്കി വെല്ലുവിളിച്ചത് പോലീസിനെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസുരക്ഷയാണ്, പൊതുസമൂഹത്തെയാണ്. നമ്മൾ ആരും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ മറുഭാഗത്ത് 11 ദിവസം എന്തുകൊണ്ട് TG മോഹൻദാസിനെ തൊടാൻ വൈകി എന്നുള്ള വളരെ വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമേ പറയാനുള്ളത് തന്നെയാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പൊതുബോധ നിർമ്മിതിയിൽ TG മോഹൻദാസിനേക്കാൾ വലിയ അപകടകരമായ വ്യക്തിയായിട്ട് അർജുൻ അയങ്കി മാറുന്നു. ഓർമ്മിക്കണം, ഈ 2020 ഈ കേസ് വരുന്നത് വരെ മറ്റ് 4 കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ അർജുൻ അയങ്കിക്ക്. പക്ഷേ അതിലുണ്ടായിരുന്ന ഗൗരവമേറിയ ഒരു കേസ് എന്ന് പറയുന്നത് സ്വർണം പൊട്ടിക്കൽ കേസാണ്. ആ കേസോടുകൂടിയാണ് സംഘടനയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതും. എങ്ങനെയാണ് ഇയാളൊരു CPM പ്രൊഫൈൽ ഇയാൾക്ക് ലഭിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കമ്മിറ്റി 2021 തെരഞ്ഞെടുപ്പിന് സമയത്ത് സൈബർ പ്രചരണത്തിനു വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യപ്പെട്ട DYFI പ്രവർത്തകർ ഒരാളായിരുന്നു ഇയാൾ ആ പഴുതുപയോഗിച്ചുകൊണ്ടാണ് ചില നേതാക്കളുടെയൊക്കെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും പിന്നീട് ആ രീതിയിൽ പരസ്പരം മല്ലയുദ്ധം നടത്തുന്ന സൈബർ പോരാളിയായിട്ട് മാറുകയും ചെയ്തത്. അങ്ങനെയുള്ള നിരവധി ആളുകൾ ഇപ്പോഴുണ്ട്. ഇന്നിപ്പോൾ അർജുൻ അയങ്കിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഒരു നേതാവിൻ്റെ പേര് നിഖിൽ പൈലി എന്നാണ്. നിഖിൽ പൈലി ഒരു കുത്തുകേസിലെ പ്രതിയാണ്, ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. ധീരജിൻ്റെ ചങ്കിലേക്ക് കത്തികുത്തി കയറ്റിയ കേസിലെ പ്രതിയായ ധീരജ് ഇന്നിപ്പോൾ DCC അംഗമാണ്. ഇടുക്കിയിലെ DCC അംഗമായി ഈ പൈലിയെ, ധീരജ് വധക്കേസിലെ പ്രതി നിഖിൽ പൈലിയെ DCCയുടെ അംഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ അർജുൻ അയങ്കി 2021 ശേഷം 23 ശേഷം ഒരു സംഘടനയിലോ CPMൻ്റെ ഒരു ഔദ്യോഗികമായ ഭാഗത്തോ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൊലപാതക കേസിലെ പ്രതിയായ നിഖിൽ പൈലി DCC അംഗമാണ് എന്ന് ഓർമ്മിക്കണം. മാത്രമല്ല ആഭ്യന്തര വകുപ്പിൽ 3 ലൈംഗിക കേസുകളുമായി ബന്ധപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട ഒരു മുൻ MLA, യുവാവായ ഒരു കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് തന്നെ പുറത്താക്കിയ ഒരു നേതാവ് ആഭ്യന്തര വകുപ്പിൽ കയറിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നീക്കുന്നുണ്ടെന്ന മറ്റുള്ള ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അയാൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിലെത്തി എന്നുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചു. ഇപ്പോഴും ആഭ്യന്തര വകുപ്പിലെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരു അംഗം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കമൻറ്റുകളെ മറുപടി നൽകിക്കൊണ്ട് പ്രോത്സാഹനം നൽകുന്നു എന്ന മട്ടിലുള്ള വിമർശനവുമുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി പറയുന്നുവെന്ന് മാത്രം. ഇത്തരത്തിലൊരു ഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അർജുൻ അയങ്കി അറസ്റ്റ് ചെയ്തത് നല്ല കാര്യം, TG മോഹൻദാസിനെ 10 ദിവസം അറസ്റ്റ് ചെയ്തതും നല്ല കാര്യം. ഇത് രണ്ടും ചേർന്ന് സൃഷ്ടിക്കുന്നൊരു ബോധമുണ്ട്. ഗുണ്ടകളെ വളരാൻ അനുവദിക്കില്ല. നിങ്ങൾ വർഗീയമായ വിഷജീവികളാണെങ്കിൽ, വർഗീയ വിഷലിപ്തമായിട്ടുള്ള മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ ഈ സമൂഹത്തിൽ അഴിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പോസിറ്റീവ് മെസ്സേജ് നൽകുന്നു എന്നുള്ളതിൽ ഞാൻ ആഭ്യന്തര വകുപ്പിനെ അനുമോദിക്കുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി, അതിനെ പ്രചരിപ്പിക്കുന്ന രീതിയിലും ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് P. വിജയൻ ഒരു കഴിവുറ്റ ഉദ്യോഗസ്ഥനാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ P. വിജയൻ ഇന്ന് പറഞ്ഞു പോകുന്നൊരു വാചകം ഇതാണ്: അർജുൻ അയങ്കിയുടെ പോസ്റ്റിൽ വന്ന് ലൈക്ക് അടിക്കുന്നവരെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫേസ്ബുക്കിന് കമൻ്റ് അടിക്കുന്നവരെ നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടോ സാർ? TG മോഹൻദാസിൻ്റെ ഈ വിഷലിപ്തമായ കമൻറ്റുകൾ, ഈ വിഷലിപ്തമായിട്ടുള്ള പ്രചരണത്തിൻ്റെ പിന്നിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നതും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള സ്ത്രീ വിരുദ്ധവും മതേതര വിരുദ്ധവുമായിട്ടുള്ള കമൻറ്റുകൾ പറയുന്നവരെ നിരീക്ഷിക്കുന്നുണ്ടോ സാർ? അങ്ങനെ നിരീക്ഷിക്കുന്നില്ലെങ്കിൽ ഈ അർജുൻ ആയങ്കിയുടെ കമൻറ്റുകളെ ഇട്ടിരിക്കുന്ന ആളുകളെ നിരീക്ഷിക്കാൻ പറയാൻ ഒരു അവകാശവുമില്ല. അത് അവരുടെ അവകാശമാണ്. അവർ കമൻ്റ് ഇടുകയോ കമൻ്റ് ഇടാതിരിക്കുകയൊക്കെ ചെയ്യും. അത് അവരുടെ അഭിപ്രായ പ്രകടനമാണ്. പക്ഷേ ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാകാത്തിടത്തോളം കാലം അവർ അണ്ടർ സർവൈലൻസിലാണ് എന്നൊരു നിർദ്ദേശം കൊടുക്കാൻ P. വിജയൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് കഴിയില്ല. അത് അങ്ങയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്ന ഒരുപക്ഷെ ആവേശം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കാം. ആ ഒരൊറ്റ ആവേശമാണ് ഇന്നിപ്പോൾ ഈ അർജുൻ ആയങ്കിയുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം 80,000-ൽ നിന്ന് 1,29,000 ആക്കി മാറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൂടി കൂട്ടിച്ചേർത്ത് പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ക്രിമിനലുകൾ കുരുങ്ങിയോ എന്ന ചോദ്യത്തിന് ക്രിമിനലുകൾ കുരുങ്ങി, അതിൽ ആഭ്യന്തര വകുപ്പിന് കയ്യടിയുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഒരു സിസ്റ്റത്തെയാണ് അർജുൻ ആയങ്കി വെല്ലുവിളിക്കാൻ ശ്രമിച്ചത്. പോലീസിനെ വെല്ലുവിളിക്കുക എന്ന് വെച്ചാൽ നാടിൻ്റെ ക്രമസമാധാന പ്രശ്നത്തെ വെല്ലുവിളിക്കുക എന്നത് തന്നെയാണ്. അത് നിസ്സാരമായി ഞാൻ കണക്കാക്കുന്നില്ല. പാർട്ടിയുമായി ബന്ധമില്ലെന്നവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ അരുൺകുമാർ, ഇപ്പം സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നത് അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യത്തെയും വളരെ മൗലികമായ കാര്യങ്ങളെയും കുറിച്ചുള്ള ഒരു ഇതാണ്. സിസ്റ്റം നമ്മളെ നിരീക്ഷിക്കുന്നു എന്നത് എല്ലാ കാലത്തും നമുക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. MR അജിത് കുമാറിൻ്റെ സമയത്ത് ഉയർത്തപ്പെട്ട ഒരു വിമർശനം എന്ന് പറയുന്നത്, നേരത്തെ ചോദിച്ച എങ്ങനെയാണ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അടക്കം പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ അടക്കം പോലീസിന് അറിയാവുന്നതെന്ന്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഡോക്ടർ അരുൺകുമാർ, എന്താ അറിയുമോ? ഞാൻ അതിനെ തള്ളിക്കളയുന്നു. ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ നാട്ടിലെ പോലീസ് മുഴുവൻ വല വിരിച്ച് പരിശോധിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം മലപ്പുറത്തെത്തി വാഹനം മാറിക്കയറണമെന്ന് തോന്നിയ മൊമെന്റിൽ അവിടെ ഒരു വാഹനം എത്തുകയാണ്. സഞ്ചരിക്കുന്ന വാഹനം മാറിക്കയറണമെന്ന് തോന്നുന്ന മൊമെന്റിൽ അദ്ദേഹത്തിന് അവിടെ ഒരു വാഹനം എത്തുകയാണ്. കണ്ണൂരിൽ അദ്ദേഹം തളിപ്പറമ്പിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓട്ടോയിൽ കയറി ചെല്ലുന്നു. അവിടെ നെക്സൺ വാഹനം റെഡിയാണ്. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ സേഫായി പോയി അഭിഭാഷകരുടെ വീട്ടിലേക്ക് അടക്കം പോകാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്ക് ആരും വന്ന് കുമ്പസാരിക്കില്ല. ഈ നെറ്റ്വർക്ക് നിരീക്ഷിക്കാൻ മറ്റേ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ഞാൻ തള്ളി പറഞ്ഞു. പക്ഷെ അല്ല, ഈ സഹായം കൊടുക്കുന്നവരാരാണ് എന്ന് കണ്ടെത്തണമെങ്കിൽ ഇദ്ദേഹത്തിന് കാരണം ആകെ ആക്റ്റീവായിട്ടുള്ള എന്താ സമൂഹ മാധ്യമമാണ്. ഈ ക്രൗഡ് ഫണ്ടിങ് നടന്നത് എങ്ങനെയാ? ഇത് ആയെങ്കിലടക്കം ഷെയർ ചെയ്തിട്ടുണ്ട്. 16,000 രൂപ കിട്ടിയത് സമൂഹ മാധ്യമത്തിലൂടെയാണ്. അപ്പോൾ ഇത് കൊടുത്തത് ആരാണ്, എന്തിനാണ് ഇത് കൊടുത്തത്, എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആകെ ആക്റ്റീവായിട്ടുള്ളത് സമൂഹ മാധ്യമ പ്രൊഫൈലുകൾ മാത്രമായിരുന്നു. നിരീക്ഷിക്കുന്നുണ്ട്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സഹായം കൊടുത്തവരെ പോലീസ് പിടിക്കുന്നത് പോലെയല്ല. നിങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഒരാളുടെ കമൻറ്റിന് ലൈക്ക് ഇടുകയോ അതിന് മറുപടി പറയുകയോ ചെയ്താൽ, അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര ദിവസമാണ് ഒളിവിൽ കഴിഞ്ഞത്? എത്ര നാളുകളാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സമയത്തിട്ട കമൻറ്റിന് പോസ്റ്റ് അടിക്കുന്നവരെ, ലൈക്ക് അടിക്കുന്നവരെ എങ്ങനെ പിടിക്കുക? ഞാൻ അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ ആകെ നിരീക്ഷിക്കാൻ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന സഹായം നൽകിയവരെ കൃത്യമായി ആരാണോ സഹായം നൽകിയത് അവരെ പോലീസ് പിടിക്കുക, പോലീസ് നിരീക്ഷിക്കുക, അതിലൊന്നും നമുക്ക് തലക്കാനുള്ള കാര്യമില്ല. പക്ഷേ ഇതുകൂടി പറഞ്ഞത് ഇത്തിരി ഓവറായി പോയില്ലേ എന്നതാണ് എൻ്റെ സംശയം. നമുക്ക് ഒരു ഇടവേള കൂടി വേണം. ഇല്ല, ഇടവേളയില്ല. അപ്പോൾ ക്രിമിനലുകൾ കുരുങ്ങിയോ എന്നതാണ് ചോദ്യം. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം കാര്യങ്ങൾ കുറച്ചും കൂടി വെടിപ്പായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഈ ലഹരി മാഫിയനെ എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നേ ഇല്ല. കാരണം അതിൻ്റെ ഒരു വേരെന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഈ ഇപ്പോൾ നമ്മൾക്കറിയാവുന്ന ആരൊക്കെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് ആരാണ്, ഇത് ഉപയോഗിക്കുന്നവരെയാണ്. അതൊരു വലിയ വിഭാഗം യുവാക്കളും കുട്ടികളും ഒക്കെയായി വലിയ വിഭാഗം ഉണ്ട് എന്നുള്ളതാണ്. അത് വർഷങ്ങളായി ഉണ്ടായി വന്ന സാധനം. ഇത്രയും നാളും അതിനെക്കുറിച്ച് അങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഈ പറയുന്ന ഈ ലഹരി മാഫിയനെ അടിച്ചമർത്താൻ വേണ്ടി കേരളത്തിൽ പോലീസ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നില്ല. പറയുന്ന ഒരു അങ്ങനെ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എത്രയോ ജനങ്ങളും എത്രയോ കുട്ടികളാണ് ഇതിൻ്റെ ഭാഗമായി പെട്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പോലെ ഒരു വലിയ ക്യാമ്പയിൻ തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ഞാൻ നോക്കുന്നത് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് തന്നെ ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് വലിയ ക്യാമ്പയിനിൽ നടത്തിയിരുന്നു. അപ്പം ഒരു വിഷനാണ്, ഒരു ആഭ്യന്തരമന്ത്രിയുടെ അധികാരം കിട്ടിയാൽ ഞാനിതിന്റെ വേരിറക്കും. അപ്പോൾ അത് ഞാൻ പറയുന്നത് അതൊരു വിഷനാണ്, ഒരു നേതാവിൻ്റെ ഒരു വിഷനാണ്. ആ വിഷനാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വലിയ വിജയമായി കാണുന്നതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. കാരണം എത്ര കുട്ടികളാണ്, ഞാൻ പറയുന്നത് മറ്റുള്ള സംവിധാനത്തെ അപേക്ഷിച്ച് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പോയി വലിയ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, നേതാക്കന്മാരുടെയും ആൾക്കാരുടെയും എല്ലാം അതിൻ്റെ ഭാഗമാക്കുന്നു, അതിൻ്റെ വാരിയറാക്കുന്നു എന്നൊക്കെ പറയുന്നത് ആരാണ്? ഒരു ആഭ്യന്തരമന്ത്രി നേരിട്ടാണ്. അതുപോലെ തന്നെ ഞാൻ കണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ പറയുകയാണ്, കേരളത്തിലെ ഈ പറയുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പണം പിരിച്ചു പോകുന്ന കമ്പനികൾ എത്രയാണ്? കേരളത്തിലെ ആളുകൾ ഇങ്ങനെ പണം കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്.
കാരണം അവരുടെ ബാക്ക്ഗ്രൗണ്ടോ അവരുടെ സംവിധാനങ്ങളോ ഒന്നും കാണാതെ ഇങ്ങനെ നേരെ എടുത്ത് പൈസ കൊടുത്ത് കോടികൾ നഷ്ടപ്പെടുകയും ഇങ്ങനെ സാമ്പത്തികമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ ആര് പറയുകയാണ്? ആഭ്യന്തരമന്ത്രി പറയുകയാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് നടപ്പിലാക്കി അതുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിനകത്തും ഒരു ആഭ്യന്തരമന്ത്രിയുടെ ടച്ച് ഉണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പം ഈ പറഞ്ഞ അർജുനായെങ്കിൽ ആഭ്യന്തരമന്ത്രിനെ കോട്ട് ചെയ്ത് കാര്യം പറയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം അവിടുന്ന് ഒരു നിർദ്ദേശം വരുമെന്നും ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും കയറി നേരെ ആഭ്യന്തരമന്ത്രി പറയും ഇന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അദ്ദേഹം അർജുനായെങ്കിൽ സി ഐൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സി ഐയുമായി ബന്ധപ്പെട്ടെന്ന് എന്നെ പിടിക്കുക എന്നുള്ള നിലയിലേക്കാണ്. രണ്ടാമത്തെ പോസ്റ്റ് പോകുന്നത് നേരെ ആഭ്യന്തരമന്ത്രി നിലയിലേക്കാണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനം നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇന്നത്തെ കാലത്തെ സാമൂഹ്യ മാധ്യമ ഉപയോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ജെൻസികളും ആൽഫയൊക്കെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ റോഡിൽ തടയുന്നവരും അവരെ സംവിധാനത്തെ കൈകാര്യം ചെയ്യുന്നവരൊക്കെ കാണുന്നത് പോലീസിനെയാണ്. അപ്പോൾ പോലീസിനെതിരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ഒരു പരിവേഷം കിട്ടുകയാണ് ആൾക്കാർക്ക്. അപ്പം പരിവേഷം കിട്ടും. അപ്പം ഒരു റോൾ മോഡലായി അർജുനായെങ്കിലും തില്ലങ്കരിയൊക്കെ മാറുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അതുകൊണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ പിന്നെ നിങ്ങൾ 80,000 നിന്ന് ഒരു ദിവസം 1,20,000 ലൈക്ക് കൂടാനുള്ള കാരണം എന്നാൽ പിന്നെ നിങ്ങളങ്ങ് ചെയ്യ് എന്നുള്ള നിലയ്ക്കാണ്. ഞാൻ പോസ്റ്റ് ഇടും എന്നാൽ നിങ്ങളങ്ങ് ചെയ്യ് എന്നുള്ള നില. അതിൻ്റെ അടിയിലൊക്കെ പോയി ചോദിക്കുന്ന ചോദ്യം കണ്ട് നമുക്ക് തന്നെ സാറേ താടി വളർത്താൻ പറ്റുമോ സാറേ, മീശ വളർത്താൻ പറ്റുമോ സാറേ എന്നൊക്കെയാണ് പോയി ഈ പറയുന്ന കമൻ്റായിട്ട് ചോദിക്കുന്നത്. ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കമൻറ്റിൻ്റെ കീഴിലാണ് പോയി ചോദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഈ ആൽഫനെയും ജെൻസികളെയും എല്ലാം സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ നിന്ന് പോലീസിനെ മാറ്റി നിർത്തിയെടുക്കാൻ പറ്റും, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡി സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോലീസിന് ആവശ്യമാണ്. ഞാൻ പറയുന്നത് 1980 നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പം ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ US ഒരു മാളിൽ ഒരു ചെറിയൊരു കുട്ടി ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ അവൻ ഐ എം കോളിംഗ് 911 എന്നാണ് പറയുക. 911 കാരണം അവനെ സംബന്ധിച്ച് അവനെ രക്ഷിക്കാൻ വരുന്ന ആളെന്ന് പറയുന്നത് പോലീസാണ് അവിടുത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ നമ്മളെങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്തറിയോ? അത് ഭക്ഷണം കഴിക്കാത്ത കുട്ടിയോട് പോലീസ് അവനെ വിളിച്ചു വരുത്തും എന്ന് പറഞ്ഞിട്ടാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ വ്യത്യാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലാത്ത ഒരു പറ്റം ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ട് പോയ ലെവലാണ്. അപ്പം പറയാം നമ്മളെങ്ങനെയായിരിക്കും ആൾക്കാരെ കൈകാര്യം ചെയ്യുക? റിട്ടയർഡായ ഉദ്യോഗസ്ഥരെ കാരണം അവരുടെ ഒരു വർഷത്തെ സംവിധാനം. പക്ഷെ ആ സംവിധാനം മതിയോ ഇന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളത്? ഞാൻ പറയുന്നത് 10, 70, 75 TG മോഹൻദാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഈ നാട്ടിലുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ്? നമ്മളൊരു പീഡന കേസിനെ പ്രതിയോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനം ഫിസിക്കലായി പീഡിപ്പിക്കണം അല്ലെങ്കിൽ ഫിസിക്കലായി ഉപദ്രവിക്കണം എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരാളുടെ മനസ്സ് മുറിവേക്കാനും അവരുടെ ജീവിതം തകരാനും ആകെ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മതി. മനസ്സിലായി? ആ രീതിയിലേക്ക് രാജ്യവും ലോകവും മാറി. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ നമ്മുടെ പോലീസിനെ കൈകാര്യം ചെയ്യണം. അവിടെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ചുരുക്കം ഉദ്യോഗസ്ഥരെ മാത്രം വെച്ചിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇപ്പം ഞാൻ പറയുന്നത് മറ്റുള്ളതിനേക്കാളും കൂടുതൽ ഇപ്പം ഫിസിക്കലായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡിജിറ്റലിലേക്ക് മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ വേണ്ടത്. ഇപ്പോൾ സാമ്പത്തിക തട്ടിപ്പ് നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ നടക്കുന്നത് എങ്ങനെയാണ്? ഡിജിറ്റലാണ് അല്ലേ? അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വെട്ടും കുത്തും അടിയുണ്ടാകുന്നതും റോഡിൽ തല്ലുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ഗുണ്ടായിസ് നടക്കുന്നതും ഒക്കെ എങ്ങനെയാണ്? ഈ പറഞ്ഞ ഫേസ്ബുക്കിലിടുന്ന പോസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ യൂട്യൂബിലിടുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലിടുന്ന പോസ്റ്റിൻ്റെ വൈരാഗ്യം തീർക്കാനാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നടക്കാൻ പാടില്ല. ഇങ്ങനെ നിങ്ങൾ പോയി ഒരാളുടെ കീഴിൽ പോയിട്ട് ഇങ്ങനെ അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്, ആ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കടന്നു തരാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് പഠിപ്പിക്കുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റവും നമ്മുടെ നാട്ടിൽ വരേണ്ടത് വളരെ അതിക്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ അർജുനായെങ്കിൽ പോസ്റ്റ് ഇടുന്നു. അർജുനായെങ്കിയുടെ പോസ്റ്റ് ഇടുന്നത് കേരള പോലീസിനെ വെല്ലുവിളിക്കുകയാണ്. കേരള പോലീസിനെ നിങ്ങൾ ധൈര്യമുണ്ട് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അർജുനായെങ്കിൽ ഓരോ സ്ഥലത്ത് പോകുന്നു, ഫോൺ മാറുന്നു, അവിടുന്ന് പോസ്റ്റ് ഇടുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ഫോൺ മാറുന്നു, അടുത്ത സ്ഥലത്ത് പോകുന്നു, ഫോൺ. എങ്ങനെയാണ് ആ നാട്ടിലുണ്ടത്? പണ്ട് ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ ഏരിയയിൽ ഒരു ഗുണ്ട എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷനും ആ ഗുണ്ടയും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നെന്താണ് എൻ്റെയർ പോലീസ് ഫോഴ്സ് ഒരാളുടെ പുറകെ വരികയാണ്. എന്തിന് കേരളത്താണ്? ഒരാളുടെ വെല്ലുവിളിയിൽ എൻ്റെയർ പോലീസ് ഫോഴ്സ് അതിൻ്റെ പുറകെ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ്. കേരളത്തിലെ ക്രമസമാധാനത്തിന് ചുമതലയുള്ള ADGP നേരിട്ട് ഇറങ്ങേണ്ടി വരുന്നു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് അതിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ള നിലയ്ക്ക് വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്ന് പറയുന്ന ആൾ ഗുണ്ട ആരെ വിളിക്കുന്നു? ഈ പോലീസിനെ വെല്ലുവിളിക്കുന്നതാണ്. ഇതിലേക്ക് എങ്ങനെയാണ് കേരള പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ TG മോഹൻദാസിനെ പോലെയുള്ള ആൾക്കാരും ഈ പറയുന്ന അർജുനായെങ്കിനെ പോലെയുള്ള ആൾക്കാരും ഈ തില്ലങ്കരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇനി ഉണ്ടാവും. ഇനി ഉണ്ടാത്ത പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇതിനൊക്കെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോൾ കേട്ട വകുപ്പുകൾ, ഇപ്പോൾ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത്, ഈ വകുപ്പുകളെല്ലാം നാളെ രാവിലെ 25 മാസം 2 മാസം ജയിലിലിടുന്ന വകുപ്പുകളായിട്ട് കാണുന്നുണ്ടോ?
ഇപ്പം എന്താണ് കാണാൻ പോകുന്നത്? നാളെ രാവിലെയോ മറ്റന്നാൾ രാവിലെയോ ഏത് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് മാത്രമല്ല, TG മോഹൻദാസിന് ജയ് വിളിക്കാനുള്ള സംവിധാനം വരെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം 2.5 മണിക്കൂറാണ് ആ വീടിൻ്റെ അകത്ത് പോലീസ് ഉള്ളത്. മനസ്സിലായി? അവിടെ അന്വേഷണം നടക്കുന്നു. അന്വേഷണം നടന്ന് TG ജോസ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ TG മോഹൻദാസ് നേതാവേ കോൺഗ്രസ് പോലീസല്ല ഞാൻ പറയുന്നത്. 11 ദിവസമാണ് പിന്നെ മാധു നമ്മളെ സംബന്ധിച്ചുള്ള ഒരു 2.5 മണിക്കൂർ അവർക്ക് അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നത്? എന്ത് വേണ്ടിയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതുപോലൊരു സംവിധാനം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുന്നത് TG മോഹൻദാസിൻ്റെ പ്രശ്നം മാത്രമാണോ? ഈ സമൂഹത്തിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യാന്നുള്ള മെസ്സേജ് എൻ്റെ സംവിധാനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് രമേശ് ചെന്നിത്തല നേതൃത്വത്തിൽ കുറച്ചുകൂടെ വൃത്തിയായി ഇപ്പം ഞാൻ ഏറ്റവും നല്ല ഇപ്പം ഈ ADGP വിജയനെ കുറിച്ച് പറയുകയാണ്. ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡർ കൊണ്ടുവന്ന ആൾ അദ്ദേഹമാണ്. കാരണം അത് വലിയ മാറ്റമാണ്. മനസ്സിലായോ? പണ്ട് ഇത് പോലീസിനോടുള്ള അവരെ പേടിയും ഒരു ബഹുമാനവും ആ കാക്കിയിനോടുള്ള സംവിധാനവും മാറാൻ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനിലും അല്ലെങ്കിൽ സ്കൂളുകളിലും സ്റ്റുഡൻറ്റ് പോലീസിങ് കൊണ്ടുവന്നത്. അത് ആ രീതിയിൽ ദീർഘവീക്ഷണമുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അപ്പം ഞാൻ പറയുന്നത് ഇന്ന് രാവിലെ ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വലിയൊരു ADGP വൃത്തിയുള്ള ഒരു മെസ്സേജ് ഞാൻ കണ്ട കാര്യം അരുൺ സാർ പറഞ്ഞതിന് അപ്പുറമല്ല ഞാൻ പറയുന്നത്. ഇതെന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തെ പോലീസിനെ അല്ല അർജുനായിക്ക് വെല്ലുവിളിക്കുന്നത്. ആരെ വെല്ലുവിളിക്കുന്നത്? സമൂഹത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഇതിന് മുൻപ് നമ്മളിങ്ങനെ ഒരു മെസ്സേജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേട്ടിട്ടുണ്ടോ? അത് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടോ? അത് പറയുന്ന രീതിയിലേക്ക് സംവിധാനം വന്നിട്ടുണ്ട് എന്ന് വിചാരിച്ച് കേരളത്തിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് എനിക്ക് അഭിപ്രായം ഇല്ലതാനും. കാരണം അവരവരുടെ കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി അവരെ സംവിധാനം ചെയ്യാൻ ഒരു വലിയ രീതിയിൽ പോലീസ് സേന എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കിൽ. കാരണം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രശ്നപറ്റി പ്രശ്നമുണ്ടായ രീതിയിൽ വന്നതൊക്കെ എങ്ങനെയാണ്? 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന പ്രശ്നത്തിനാണ് എൻ്റെ പോലീസ് സേന പ്രശ്നത്തിൽ പോയത്. അപ്പോൾ ആ പോലീസ് സേന പ്രശ്നത്തിൽ പോയ ഉദ്യോഗസ്ഥനാണ്. അല്ല അതെ അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ പ്രശ്നത്തിൽ പോയ സമയത്ത് അതുപോലെ എന്താണ് പ്രശ്നം ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇല്ല എന്നുള്ളതൊന്നും കേരള പോലീസ് വിചാരിക്കേണ്ട. കാരണം അതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ തന്നെയുണ്ട്. ഇതൊന്നും ചെയ്യാതിരിക്കുകയോ അത് ചെയ്യേണ്ട. അപ്പം 100% കേരള പോലീസിനെ വിശ്വസിച്ചിട്ട് ഒറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത് കേരള പോലീസ് എല്ലാം നല്ല സ്ഥിതിക്കാണ് പോകുന്നത്, നല്ല രീതിയിലാണ് പോകുന്നതെന്ന് ഒരു സംവിധാനമില്ല. പക്ഷേ എന്താണ് കുറച്ചും കൂടെ വൃത്തിയായി കേരള പോലീസിനെ കൈകാര്യം ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ക്രിമിനലുകൾ കുരുങ്ങിയോ എന്നതാണ് ചോദ്യം. യെസ് എന്ന് 4 പേരും.